വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 46 മുതൽ 48 വരെ. ഇന്നത്തെ കുറിവാക്യം 1 രാജാക്കന്മാർ 15 അധ്യായം 16 വാക്യം. ഇസ്രായേൽ രാജാവായ ബയശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധം ഉണ്ടായിരുന്നു. വടക്കേ ഇസ്രായേൽ രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായിരുന്നു ബയശ. ഈ രാജാവ് ഇസ്സാഖാർ ഗോത്രത്തിൽ നിന്നുള്ളവനും അഹിയാവിൻ്റെ മകനും ആയിരുന്നു. ആരായിരുന്നു ഇസ്സാഖാർ? നമ്മൾ നേരത്തെ അത് മനസ്സിലാക്കിയതാണ്. യാക്കോബിന് ലേയായിൽ ജനിച്ച പുത്രനാണ് ഇസ്സാഖാർ. ഖാർ വംശജർ അധ്വാനശീലരും ബഹുസമ്പത്തിന് ഉടമകളും ആയിരുന്നു. ദെബോറ ഖാർ വംശജയായിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മോശ ഇസ്സാഖാർ ഗോത്രത്തെ അനുഗ്രഹിക്കുമ്പോൾ ഇവർ കടൽ മാർഗമുള്ള വരുമാനവും മണലിലെ നിക്ഷേപങ്ങളും അനുഭവിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഗോത്രത്തിലെ ഒരു സുപ്രധാന വ്യക്തിയായിരുന്നു ബയശ. ഈ പ്രഭാതത്തിൽ ബയശയുടെ ജീവിതത്തിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. ആസായും ഇസ്രായേൽ രാജാവായ ബയശയും തമ്മിൽ ജീവപര്യന്തം യുദ്ധം ഉണ്ടായിരുന്നതായി തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 15 അധ്യായത്തിൻ്റെ 17 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ രാജാവായ ബയശ യഹൂദായുടെ നേരെ വന്നു. യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ പോക്കുവരുത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമായെ പണിതുറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, നാദാബ് രാജാവും പടയാളികളും ഫെലിസ്ത്യർക്കെതിരെ ഗിബ്ബെഥോനിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ബയശ യൊരോബെയാമിൻ്റെ പുത്രനായ നാദാബിനെ വധിച്ച് അവിടുത്തെ രാജാവായിട്ട് തീരുന്നു. തുടർന്ന് ബയശ രാജാവായ ഉടനെ യൊരോബെയാം ഗൃഹത്തെ മുഴുവനും നിഗ്രഹിച്ചു കളയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യഹോവ ശീലോന്യനായ അഹിയാവ് എന്ന തൻ്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അവൻ യൊരോബെയാമിന് ശ്വാസമുള്ള ഒന്നിനെയും ശേഷിപ്പിക്കാതെ അശേഷം മുടിച്ചു കളഞ്ഞു എന്ന് 1 രാജാക്കന്മാർ 15 അധ്യായം 29 വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം യെരുശലേമിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത രാമ എന്ന പട്ടണം കൈവശപ്പെടുത്തുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ രാമ എന്ന പട്ടണം തിരികെ പിടിക്കുന്നതിനും ബയശയുടെ ഈ കടന്നുകയറ്റം തടയുന്നതിനും യഹൂദ രാജാവായ ആസ സിറിയയിലെ രാജാവായ ബെൻ ഹദദുമായി സഖ്യം ചേരുന്നതായിട്ട് കാണുന്നു. അതിലൂടെ ബെൻ ഹദദ് ഇസ്രായേലിനെ ആക്രമിച്ച് ചില സ്ഥലങ്ങളെല്ലാം തിരിച്ച് പിടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ബയശയുടെ പക്കൽ നിന്നും രാമ വീണ്ടെടുക്കുവാൻ ആസ രാജാവിന് സാധിക്കുന്നു. നീണ്ട 24 വർഷം രാജാവായി തുടരുവാൻ ബയശയ്ക്കും സാധിച്ചു. എന്നാൽ 1 രാജാക്കന്മാർ 16 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബയശയുടെ മേൽ ദൈവകോപം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി വച്ചു. നീയോ യൊരോബെയാമിൻ്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്കവണ്ണം എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കയാൽ ഇതാ ഞാൻ ബയശയെയും അവൻ്റെ ഗൃഹത്തെയും അശേഷം അടിച്ചു വാരിക്കളയും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. ദൈവകോപത്തിന് പാത്രഭൂതരായി തീരത്തക്കവണ്ണം എന്തെങ്കിലും കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് നമ്മളെ ശോധന ചെയ്യാം. പ്രിയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവകോപത്തിന് ഇടയാകാതെ അനുഗ്രഹകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.